السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ മുഖ്യാതിഥി ബഹുമാന്യനായ വി കെ ശ്രീകണ്ഠൻ MP അവറുകൾ, ആദരണീയനായ PN അബ്ദുൽ ലത്തീഫ് മദനി, മറ്റു വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു വലിയ നന്മയിൽ ഇന്നിൻ്റെ ഈ ഒരു സന്ധ്യാസമയത്ത് ഭാഗമാകാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ ഒരു ഒത്തുകൂടലിൻ്റെ പങ്കാളിയാവാൻ ആയുസ്സും അവസരവും നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിനെ ആദ്യമേ സ്തുതിക്കുകയാണ്. നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ ഒരു അവയവം പോലെ കൊണ്ടു നടക്കുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ മൊബൈൽ ഫോൺ. നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. ഒരു വേള അത് ഇല്ലാത്ത ഒരു കുറച്ചധികം സമയം നീണ്ടു നിൽക്കുന്ന സമയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അത് നമ്മുടെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. ഒരു ഫോണ് നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ അതിലെത്ര ആളുകളുടെ കൈമുദ്ര പതിഞ്ഞിട്ടുണ്ടാകും, ഏതെല്ലാം വഴികളിലൂടെ അത് കടന്നു വന്നിട്ടുണ്ടാകും. ഫോണ് മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ നിത്യോപയോഗ വസ്തുക്കൾ എന്തെടുത്ത് പരിശോധിച്ചാലും, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രധാന ആഹാരം ചോറാണ്, അരിയാണ്. ഒരു നെന്മണി അത് അരിയായി വന്ന് നമ്മുടെ അടുക്കളയിലെ ചോറ് പാകം ചെയ്യുന്ന പാത്രത്തിലെത്തി, നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിലെത്തി, നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് 100 കരങ്ങളിലൂടെ അത് കടന്നുപോയിട്ടുണ്ട്. നിലം ഉഴുതുമറിച്ച ആള് മുതൽ, വിത്തെറിഞ്ഞ ആള് മുതൽ, കള പറിച്ചവർ മുതൽ, അതിൻ്റെ കൊയ്ത്തും മെതിയും കഴിഞ്ഞ് അതൊരു വലിയ വ്യവസായ സ്ഥാപനത്തിലെത്തി, പിന്നീട് അതിൻ്റെ പാക്കിങ് കഴിഞ്ഞ് സൂപ്പർ സ്റ്റോക്കിസ്റ്റിലൂടെ ഒരു ഹോൾസെയിൽ സംവിധാനത്തിലൂടെ, റീറ്റെയിൽ സംവിധാനത്തിലൂടെ, അതിനിടയ്ക്കൊക്കെ ഒരുപാട് ആളുകളുടെ കരസ്പർശമേറ്റ അവസാനമാണ് നമ്മുടെ മുന്നിലെത്തുന്നത്. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ, ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള 1000 ആളുകളുടെ ഒരു ചെറിയ സംഭാവനയെങ്കിലും നമുക്ക് ആവശ്യമാണ്. മനുഷ്യന്റെ ഒരു ജീവിതം അങ്ങനെയാണ്. മനുഷ്യൻ ഒരിക്കലും ഒരൊറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ല. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിലെ അസാധ്യമായ കാര്യമാണ്. പൊതുവിൽ ഈ മനഃശാസ്ത്ര രംഗത്തുള്ള ആളുകളൊക്കെ പറയാറുണ്ട്, ഒരാളെ 3 ദിവസം ഒരു മുറിയിൽ അടച്ചുപൂട്ടിയാൽ പിന്നീട് അയാളെ ആ മുറിയിൽ നിന്ന് തുറന്ന് പുറത്തേക്ക് ഇറക്കുമ്പോൾ മിക്കവാറും മഹാഭൂരിഭാഗം ആളുകൾക്കും ഡിപ്രഷനുള്ള മെഡിസിൻ കൊടുക്കേണ്ടി വരും. അയാൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു നോർമൽ സൈക്കോളജിയിൽ ഇടപഴകണമെങ്കിൽ, ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ആ ഡിപ്രഷൻ ഉണ്ടാകും, അബ്നോർമാലിറ്റി ഉണ്ടാകുമെന്നാണ്. 3 നാൾ ഒരു മുറിക്കകത്ത് അടച്ചിട്ട ഒരു മനുഷ്യനെ സാധാരണ പെരുമാറ്റത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപക്ഷെ അയാൾക്ക് മെഡിസിൻ നൽകേണ്ടി വരും. അത്രമേൽ പരസ്പരം സഹകരിച്ചും ഇടപഴകിയും ജീവിക്കേണ്ടുന്ന ഒരു സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഈ സാമൂഹ്യ ജീവിതം രൂപപ്പെട്ടു വരുന്ന അതിൻ്റെ അടിത്തറ ഏതാണ്?
ഈ സാമൂഹിക സംവിധാനം ഉണ്ടായി വരുന്നതിൻ്റെ അടിവേരെവിടെയാണ്? അത് കുടുംബമാണ്. കുടുംബമെന്ന മഹത്തായ സ്ഥാപനമാണ് സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നോക്കൂ, കുടുംബം മനുഷ്യന് സമാധാനപൂർണമായ ജീവിതത്തിന് അനിവാര്യമാണ്. കുടുംബം മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. കുടുംബം നല്ല തലമുറയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അമേരിക്കയിൽ നേരത്തെ എഴുതപ്പെട്ട വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ദ ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന പുസ്തകം. പിതാവില്ലാത്ത അമേരിക്ക, തന്തയില്ലാത്ത അമേരിക്ക എന്ന് നമുക്ക് ഒരു നാടൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ അതിനെ പറയാൻ പറ്റും. എന്താ കാരണം എന്നറിയാമോ? അവിടെ കുടുംബ ശിഥിലീകരണം അതിശക്തമായി. അവിടുത്തെ ഒരു സ്വതന്ത്രവാദത്തിന്റെ കടന്നുകയറ്റത്തിന് ശേഷമുള്ള കുടുംബ സംവിധാനങ്ങൾ തകർന്നു. കുറച്ചുകാലം ലിവിങ് ടുഗദറായി വിവാഹേതര ബന്ധത്തിലൂടെ ഒരുമിച്ച് ജീവിക്കുന്നു. പിന്നീട് അവർ വേർപിരിയുന്നു. പിന്നീട് അതിലെ ഭർത്താവ് വേറൊരാളുടെ കൂടെ ജീവിക്കുന്നു, ഭാര്യ വേറൊരാളുടെ കൂടെ ജീവിക്കുന്നു. ആ ബന്ധം വീണ്ടും വേർപിരിയുന്നു. ഇങ്ങനെ ഒരു നല്ല കുടുംബ സംവിധാനമില്ലാത്തിടത്ത് അവരുടെ മക്കൾ പലപ്പോഴും ഒന്നുകിൽ മാതാവിന്റെ മാത്രം സംരക്ഷണത്തിൽ കഴിയേണ്ടി വരുന്നു, ചിലപ്പോൾ പിതാവിന്റെ മാത്രം സംരക്ഷണത്തിൽ കഴിയേണ്ടി വരുന്നു, മറ്റു ചിലപ്പോൾ മാതാവിന്റെയും പിതാവിന്റെയും സംരക്ഷണമില്ലാതെ ഓർഫനേജുകളിലേക്ക് കുട്ടികളുടെ ജീവിതം തള്ളപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിനെ സംബന്ധിച്ച് നടന്ന പഠനങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് പിതാവിനോടൊറ്റക്കൊപ്പം മാത്രം ജീവിക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാരോഗ്യം പൂർണ്ണമാവുകയില്ല എന്നാണ്. മാതാവിനോടൊപ്പം മാത്രം ജീവിക്കുന്ന ഒരു കുഞ്ഞിന്റെ മാനസികാരോഗ്യം അത് ഒരിക്കലും പൂർണ്ണമാവുകയില്ല. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പലതരത്തിലുള്ള മാരകമായ മെന്റൽ ഡിസോർഡറുകൾ കുട്ടികളെ ബാധിക്കും. ഓർഫനേജുകളിൽ കഴിയുന്ന ആളുകൾക്കും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചു. പലപ്പോഴും ഇത്തരം തലമുറ വളർന്നു വരുമ്പോ അത് സാമൂഹ്യ വിരുദ്ധർ ആയി മക്കൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു മനുഷ്യന്റെ ഇമോഷണൽ ക്വോഷ്യന്റ് എന്ന് പറയും, വൈകാരിക ആരോഗ്യം എന്ന് പറയുന്നത് പുതിയ കാലത്ത് പരിശോധനാ വിധേയമാക്കി ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിച്ചു കൊണ്ടുപോകേണ്ടുന്ന ഒരു സംഗതിയാണ് എന്ന ഒരു ധാരണയാണ് സമൂഹത്തിലുള്ളത്. മനുഷ്യന്റെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മാതാവിനോടും പിതാവിനോടുമൊപ്പം ഒരു കുഞ്ഞ് തങ്ങളുടെ വീടാന്തരീക്ഷത്തിൽ വളരുമ്പോഴാണ് ഏറ്റവും പൂർണ്ണമായ മാനസികാരോഗ്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യന് തന്നെയും പ്രായപൂർത്തിയായ ഒരു പൂർണ്ണ മനുഷ്യന് തന്നെയും അയാളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാനും അയാളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാനും അയാളുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാനും അയാളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഒരു സംവിധാനം, ഒരു ഈണ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? സമാധാനം അടയുന്നതിന് വേണ്ടി. നോക്കൂ, ജർമ്മനിയിൽ നിന്നുള്ള ഒരു സംഭവം ഒരു സുഹൃത്ത് പറയണ്ടായി. അവിടെ ചില ആളുകൾ ഇങ്ങനെ ഇരുന്നു കൊടുക്കുന്നതാണ്. അവർക്ക് 400-500 രൂപയാണ് അവർക്ക് കൂലി കൊടുക്കുക. എന്താണ് അവരുടെ ജോലി എന്നറിയാമോ? കേൾക്കുക എന്നതാണ്. കേൾക്കുക എന്നതാണ്. പ്രശ്നമുള്ളവർ, മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടവർ, 100,000 ജീവിത പ്രശ്നങ്ങളുള്ളവർ, അവർ തങ്ങളുടെ മനസ്സിന്റെ വിങ്ങലുകൾ പറഞ്ഞു തീർക്കാൻ ഇങ്ങനെ കേൾക്കാൻ സന്നദ്ധരായിരിക്കുന്നവരടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പറയും. ഇവരിതിങ്ങനെ കേട്ടുകൊടുക്കും. വേറൊന്നും പറയാനില്ല, തിരിച്ചൊന്നും പറയാനില്ല. കേട്ടുകൊടുക്കുന്നതിന് അവർക്ക് ഡോളറുകൾ പാരിതോഷികമായി നൽകും. മനുഷ്യന്റെ വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കപ്പെടണം. ഒരു കുടുംബ സംവിധാനത്തിനകത്ത് ഇണയും തുണയുമായി ജീവിക്കുമ്പോ ആ പങ്കുവെക്കൽ ഉണ്ടാകുന്നു. ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു മാനസികാവസ്ഥ മനുഷ്യനുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ കുടുംബ സംവിധാനത്തിനകത്താണ്. ആദം അലൈഹിസ്സലാം മുതൽ ഈ കുടുംബ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നു. അഥവാ ഒന്നാമത്തെ മനുഷ്യൻ തന്നെ കുടുംബമായിട്ടാണ് ഇവിടെ ജീവിച്ചത്. ആ കുടുംബ സംവിധാനത്തിന്റെ
നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോത്സാഹനങ്ങൾ നൽകുന്നു. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമിൽ ബാഅ ഫല്യതസവ്വജ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യുവാക്കളെ, നിങ്ങൾ വിവാഹിതരാകണം, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. നിങ്ങൾ നോക്ക്, ഇസ്ലാമിലെ നിയമ സംഹിതകൾ എടുത്താൽ, ഇസ്ലാമിന്റെ ശരീഅത്ത് എടുത്താൽ, ഈ കുടുംബ സംവിധാനങ്ങളെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എത്രയെത്ര നിയമങ്ങളാണ് ഇസ്ലാമിനകത്തുള്ളത്. നിക്കാഹ് എന്ന് പറയുന്ന സംവിധാനം, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, വലിയ സാക്ഷികൾ, മഹർ തുടങ്ങിയ നിയമങ്ങൾ ഇസ്ലാമിനകത്തുണ്ട്. തൊലാഖ് എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടായാൽ എന്ത് എന്ന് വിശദീകരിക്കുന്ന ആയത്തു നുശൂസ് എന്ന് പറയുന്ന ആ വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ആയത്തുകളുണ്ട്. കുടുംബ സംവിധാനത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ മധ്യസ്ഥന്മാർ പരിഹരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഒരു കുടുംബത്തെ ഭാര്യയുടെ കടമകളെ പഠിപ്പിച്ചു, ഭർത്താവിന്റെ കടമകളെ പഠിപ്പിച്ചു, മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ച് പറഞ്ഞു, മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു. ഒരുപാട് നിയമങ്ങൾ കുടുംബം എന്ന മഹത്തായ സ്ഥാപനത്തെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഇസ്ലാമിക സംവിധാനത്തിനകത്ത്, ഇസ്ലാമിക നിയമങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സുഹൃത്തുക്കളെ, ഈ കുടുംബ സംവിധാനത്തെ തച്ചു തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെ ഇന്ന് ലോകത്ത്, നമ്മുടെ സമൂഹത്തിലൊക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിയും. ഈ കുടുംബ സംവിധാനം തകർക്കാനുള്ള ബോധപൂർവമായ കൊണ്ടുപിടിച്ച ശ്രമങ്ങളും പ്രചാരണങ്ങളും പല 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 വഴികളിലൂടെ, നൂറായിരം വാതിലുകളിലൂടെ നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ മക്കളുടെ മനസ്സുകളിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട് പഴയ വീടല്ല, നമ്മുടെ കുടുംബാന്തരീക്ഷം പഴയ കുടുംബാന്തരീക്ഷമല്ല, നമ്മുടെ മക്കൾ പഴയ മക്കളല്ല. നോക്കൂ നിങ്ങൾ, ഏറ്റവും അധികം ഈ ശ്രമങ്ങൾ, ഈ വീടകങ്ങളെ, കുടുംബാന്തരീക്ഷത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ വരുന്ന തലമുറയെയും യുവസമൂഹത്തെയുമാണ് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത്. യുവാക്കളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ വയ്യ, മുതിർന്ന ആളുകളെ പോലും ബാധിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നമ്മെ, ഈ കുടുംബ സംവിധാനത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും സാമൂഹിക ഘടനയെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മളെ തന്നെ ബാധിച്ചതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാത്ത വിധം അത് നമ്മളിലൊക്കെ സ്വാധീനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ചെറിയൊരു പഠനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, പഴയതുപോലെയാണോ നമ്മുടെ വീട്? പഴയതുപോലെയാണോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്? ഇസ്ലാമികമായ, ധാർമ്മികമായ, സാമൂഹികമായ മൂല്യങ്ങൾക്കുമേൽ മറ്റൊരു സംസ്കാരം പതുക്കെ സ്വതന്ത്രവാദത്തിന്റെ സംസ്കാരം നമുക്കുമേൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ നോക്കിൻ, സ്കൂളിൽ വരുന്ന, UP ക്ലാസ്സിൽ വരുന്ന, ഹൈസ്കൂൾ ക്ലാസ്സിൽ വരുന്ന, ഹയർ സെക്കൻഡറികളിൽ പഠിക്കുന്ന, കോളേജുകളിൽ പഠിക്കുന്ന LP ക്ലാസ്സിലെ കുട്ടികൾ പോലും അവർ വ്യാപകമായി കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നു. ചുണ്ടു ചുമപ്പിച്ചാണ് അവർ സ്കൂളുകളിലേക്ക് വരുന്നത്. വലിയ രൂപത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കലാലയങ്ങളിൽ എത്തുന്നത്. എവിടെ നിന്നാണ് ഈ കോസ്മെറ്റിക്സിന്റെ കൾച്ചർ, ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ സംസ്കാരം നമ്മുടെ വീടകങ്ങളിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? സ്കൂളിലെ മാത്രം കാര്യമാണോ? കോളേജുകളിലെ മാത്രം കാര്യമാണോ? അല്ല. നമ്മുടെ വീട്ടിൽ ഒരു വിവാഹം നടന്നാൽ, ഒരു കല്യാണമുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാവരും കൂടെ പോവുകയാണ് തൊട്ടടുത്ത ബ്യൂട്ടി പാർലറുകളിലേക്ക്. വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ അവിടെ വീട്ടിൽ ആളില്ല, എല്ലാവരും എങ്ങോട്ടാണ് പോയത്? അവരെല്ലാവരും ബ്യൂട്ടി പാർലറുകളിലാണ്. ആ വീട്ടിലെ ചെറിയ പെൺകുട്ടി മുതൽ ഏറ്റവും മുതിർന്ന സ്ത്രീ വരെ മുഖത്ത് പുട്ടിയടിച്ച, ചുണ്ട് ചുമപ്പിച്ച, മുടിയിൽ പലതരത്തിലുള്ള സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി അതിങ്ങനെ പ്രദർശിപ്പിച്ച, അതിഥികളെ സ്വീകരിക്കുന്ന, വീടകങ്ങളിൽ പെരുമാറുന്ന, ഓഡിറ്റോറിയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദർശന വസ്തുക്കളായി നമ്മുടെ സ്ത്രീകൾ മാറുന്ന ഒരവസ്ഥാ വിശേഷം നമുക്കിവിടെ സംജാതമാവുകയാണ്. നിങ്ങൾ നോക്കൂ, പഴയതുപോലെയല്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടയിലുള്ള, സ്ത്രീ പുരുഷന്മാർക്കിടയിലുണ്ടായിരുന്ന അകലം കുറഞ്ഞുപോയി.
സ്ത്രീ പുരുഷ സൗഹൃദം എന്ന് പറയുന്നത് ഒരു പുതിയ കാലത്തിന്റെ പുരോഗമനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെടുന്നു. നമ്മൾ അതിൽ വീണുപോയി, നമ്മളത് തിരിച്ചറിയുന്നില്ല. ഒരു വലിയ അപകടത്തിലേക്ക് പോകുന്നു. ഇത് ശരിയല്ലല്ലോ, മതപരമായി ഇത് തെറ്റാണല്ലോ, ഇതൊരു അധർമ്മമാണല്ലോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സുകൾ അതിനോട് സമരസപ്പെട്ടു പോയി. നമ്മുടെ വ്യക്തിത്വങ്ങൾ അതിനോട് താദാത്മ്യം പ്രാപിച്ചു പോയി. ക്രഷ്, ബെസ്റ്റി, ലവർ, എന്തൊക്കെ തരത്തിലുള്ള പദപ്രയോഗങ്ങളാണ് നമ്മുടെ കുട്ടികൾ പ്രയോഗിക്കുന്നത്. ക്ലാസ് മുറികൾക്കകത്ത് നമ്മൾ കാണുന്നത്. നമ്മൾ തന്നെയും വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോ മഹറമല്ലാത്ത ഒരാളോട് 4 കൊല്ലം മുമ്പ് 10 കൊല്ലം മുമ്പ് പെരുമാറിയിരുന്നത് പോലെയാണോ ഇപ്പോൾ പെരുമാറുന്നത്? ഇടപഴകിയിരുന്നത് പോലെയാണോ ഇപ്പോൾ ഇടപഴകുന്നത്? ഒരു വിവാഹ സദസ്സിൽ നേരത്തെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇടയിൽ ഒരു മറയുണ്ടായിരുന്നു. ആ മറ എവിടെ പോയി? നേരത്തെ ഭക്ഷണം വിളമ്പുന്നിടത്ത് പുരുഷന്മാർക്ക് വേറൊരു ഭാഗവും സ്ത്രീകൾക്ക് വേറൊരു ഭാഗവുമായിരുന്നു. പക്ഷെ അത് മാറിപ്പോയി. ഇന്ന് എന്റെ മകളുടെ അടുത്ത്, എന്റെ സഹോദരിയുടെ അടുത്ത്, എന്റെ ഭാര്യയുടെ അടുത്ത്, എന്റെ ഉമ്മയുടെ അടുത്ത് മഹറമല്ലാത്ത ഒരാൾ ഇരിക്കുന്നത്, മഹറമല്ലാത്ത ഒരാളുടെ അടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നത് നമുക്കൊരു പ്രശ്നമല്ലാതായി തോന്നിയിരിക്കുകയാണ്. നമ്മുടെ മനസ്സതിനോട് സമരസപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വേഷവിധാനങ്ങളിലെ ഇസ്ലാമിക വിരുദ്ധ നമ്മൾ കാണുന്നു. സ്ത്രീ പുരുഷ സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് എല്ലാ മത നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ആ നിലക്ക് വ്യാപകമായത് നമ്മൾ ഓരോ ദിവസവും കാണുകയാണ്. വിവാഹത്തെ എതിർക്കുകയാണ്. നിങ്ങൾ നോക്കിൻ, ആദ്യം പെൺകുട്ടികൾ പറയും എന്റെ പഠനം പൂർത്തിയാകട്ടെ. നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. സ്ത്രീ വിദ്യാഭ്യാസം ഈ കേരളീയ സമൂഹത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി, വ്യാപിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആളുകളാണ് നമ്മൾ. നമ്മുടെ മുൻഗാമികൾ വലിയ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പഠനത്തിന്റെ പേരിൽ വിവാഹത്തെ വൈകിപ്പിക്കുന്നു. പിന്നീട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല എന്ന ഒരു സ്റ്റാറ്റസ് സ്വീകരിക്കുന്നിടത്തേക്ക് പെൺകുട്ടികൾ മാറിപ്പോവുകയാണ്. ഒരു ചെറിയ കുടുംബ പ്രശ്നം ഉണ്ടായാൽ മതി, ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ മതി, ആ പ്രശ്നത്തെ വളരെ വേഗത്തിൽ അത് വിവാഹമോചനം വേർപ്പെടുത്താനുള്ള ഒരു മാർഗമായി സ്വീകരിക്കുന്നിടത്താണ് പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീ സമൂഹമുള്ളത്, പെൺകുട്ടികളുള്ളത്. വളരെ വേഗത്തിൽ വിവാഹമോചനത്തിലേക്ക് പോകുന്നു. എനിക്കെന്റെ ഒറ്റക്കാലിൽ നിൽക്കണമെന്ന് ആവർത്തിച്ചു പറയുന്നു. ഞാൻ പഠനം പൂർത്തിയാക്കും, ഞാനൊരു ജോലി സമ്പാദിക്കും, ഞാൻ ഒറ്റക്കാലിൽ നിൽക്കും, പഠിക്കാം, ജോലി സമ്പാദിക്കാം, ഉപജീവനം കണ്ടെത്താം. മതം അനുവദിച്ച ഒരു കാര്യത്തെയും നമ്മൾ നിഷേധിക്കുന്നില്ല, നിരോധിക്കുന്നില്ല, തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ കുടുംബം അതൊരു ഭാരമാണ്, അതൊരു ബേർഡനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ യുവാക്കളും യുവതികളും മാറിപ്പോവുകയാണ്. വീട്ടിൽ ഭാര്യയില്ലാത്ത ദിവസം ഭാര്യയുടെ വീട്ടിലേക്ക് പോയാൽ ഞാൻ ഇന്ന് ഹാപ്പിയാണെന്ന് തന്റെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് വെക്കുന്ന ഒരു മാനസികാവസ്ഥ എവിടെ നിന്നാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ മാത്രമല്ല, മക്കൾക്കും മാതാപിതാക്കൾക്കുമിടയിൽ ആ അകലമുണ്ട്. മക്കൾക്കും മാതാപിതാക്കൾക്കുമിടയിൽ ആ അകലമുണ്ട്. എന്റെ വാപ്പ എനിക്കൊരു ഭാരമാണ്, എന്റെ ഉമ്മ എനിക്കൊരു ഭാരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ മാറാണ്. നിങ്ങൾ ഒരു പക്ഷേ ഈ അടുത്തുണ്ടായ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു സിനിമാ സംവിധായകൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ വെച്ചാണ്, വൃദ്ധസദനത്തിൽ വെച്ചാണ് മരണപ്പെട്ടത്. അത് കേരളത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു മതരംഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ഹാൻഡിൽ നിന്ന് വന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ട്. അതിലെന്താ പറയണെന്നറിയോ? വൃദ്ധസദനങ്ങളെയൊന്നും നമ്മൾ അങ്ങനെ എതിർക്കേണ്ടതില്ല. ഒന്നാലോചിച്ച് നോക്കൂ, വൃദ്ധസദനങ്ങളെ നമ്മൾ എതിർക്കേണ്ടതില്ല എന്ന ഒരു മെസ്സേജ് നൽകുകയാണ്. അഥവാ ഇവിടെ സ്വതന്ത്രവാദം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു നരേഷൻ ഉണ്ട്. എന്റെ ശരീരം എന്റെ ഇഷ്ടം. തന്നിഷ്ടം പിൻപറ്റി ജീവിക്കുമ്പോ അവിടെ കുടുംബം ഒരു ഭാരമാണ്, മക്കളൊരു ഭാരമാണ്, മാതാപിതാക്കൾ ഒരു ഭാരമാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ അവരെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിയാൽ മതി. എന്താ ന്യായീകരണം? അവർക്കാവശ്യമായ ഭക്ഷണം അവിടെ ലഭിക്കുന്നുണ്ടല്ലോ, അവർക്കാവശ്യമായ മെഡിസിൻ അവിടെ ലഭിക്കുന്നുണ്ടല്ലോ,
അവർക്ക് നമ്മളെക്കാൾ നല്ല ശുശ്രൂഷ അവിടെ ലഭിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ വൈദ്യ രംഗത്തുള്ള ഡോക്ടേഴ്സിന്റെ സേവനം അവിടെ ലഭിക്കുമല്ലോ. എന്തൊക്കെ തരത്തിലുള്ള ന്യായീകരണമാണ്! പെറ്റു പോറ്റിയ മാതാപിതാക്കൾ തറയിൽ ചുമക്കുന്ന അതൊരു ബേഡനാണെന്നും വേഗത്തിൽ ഇറക്കി വെക്കണമെന്നുമുള്ള ആ ചിന്തക്ക് നൽകുന്ന എന്തെല്ലാം വൃത്തികെട്ട ന്യായീകരണങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞ്, നമ്മുടെ പൊക്കിൾ കൊടി ബന്ധത്തിലുള്ള ഒരു കുഞ്ഞ്, അവർ നമ്മളെ ഭാരമായി കാണുന്നുവെങ്കിൽ ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. മക്കൾ വളരുമ്പോ ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ ഉള്ളിലുള്ള പ്രതീക്ഷ എന്താണ്? നാളെ പരലോകത്ത് അവൻ എനിക്കൊരു തണലാവണം, എന്നെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചവൻ കൊണ്ടുപോകണം, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിന്ന് ഹൃദയം പൊട്ടി റബ്ബിനോട് ആത്മാർത്ഥമായി അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു എന്ന് പ്രാർത്ഥിക്കാൻ അവന് കഴിയണം. എന്റെ ഖബറിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തണം. മാത്രവുമല്ല, എന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ രോഗത്തിന്റെ ശയ്യയിൽ രോഗത്തിന്റെ അതിശക്തമായ വേദനകൾ കടിച്ചമർത്തി കഴിയുമ്പോ മെഡിസിനോടൊപ്പം ആശ്വാസവാക്കുകൾ പകർന്നു നൽകണം. ഒരു തലോടൽ നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മകന്റെ ചുണ്ടിൽ നിന്ന്, മകളുടെ ചുണ്ടിൽ നിന്ന് വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന കലിമത്തു തൗഹീദിന്റെ മന്ത്രങ്ങൾ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ നമുക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇവിടെ പറയുന്നത് അതൊക്കെ മക്കൾക്ക് ഭാരാണ്, അതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് വലിയ ഒരു ശിഥിലീകരണമാണ്. കുടുംബത്തിനകത്തുള്ള ഇത് തച്ചു തകർത്ത് മറ്റൊരു വൃത്തികെട്ട സംസ്കാരത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മൻകാന ആഖിറ ഖൗലിഹി കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക് ഉറച്ച വിശ്വാസത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഒരാൾ പറയുന്നതെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന അവസാനത്തെ കലിമത്തു തൗഹീദ് ഉച്ചരിക്കാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോവുകയാണ്. ഇത് വെറുതെ ഉണ്ടാകുന്നതല്ല, ഇത് ബോധപൂർവമായ ആസൂത്രിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ്. നമ്മളിൽ പലരും വിചാരിച്ചത് കോവിഡ് കഴിഞ്ഞപ്പോ, ലോക്ക്ഡൌണിന്റെ സുദീർഘമായ മാസങ്ങളും വർഷങ്ങളും പിന്നിട്ടപ്പോ ആളുകൾക്ക് എന്തൊക്കെയോ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ്. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതല്ല. ഇവിടെ ഒരു പ്രൊപ്പഗണ്ടയുണ്ട്, അതിശക്തമായ ഒരു പ്രചാരണമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് കുട്ടികൾ ഒരു സാമൂഹ്യ ജീവിതത്തെ കാണുന്നത്, ഒരു കുടുംബ സംവിധാനത്തെ കാണുന്നത്. നോക്കൂ, ഒരു മനുഷ്യന്റെ ശാരീരിക ആവശ്യമായ ലൈംഗികത അത് നിർവഹിക്കപ്പെടാനുള്ള സംവിധാനം കുടുംബമാണ്, അല്ലേ? എന്നാൽ അതൊന്നും ആവശ്യമില്ല. ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാൻ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് കുടുംബ സംവിധാനത്തിനകത്താണ്. എന്നാൽ പുതിയ തലമുറയുടെ കാഴ്ചപ്പാട്, പുതിയ തലമുറ ഇതിനെ സംബന്ധിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ മോശമായ കാഴ്ചപ്പാടാണ് കുട്ടികൾക്കുള്ളത്. നോക്കി, എന്താ പറയുക, ഇതൊക്കെ ഏത് സമയത്തും ആരുമായി എന്റെ ശരീരം പങ്കുവെക്കാം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ആളുകൾ എത്തി. മാത്രവുമല്ല, ഈ കുടുംബ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശക്തമായ എല്ലാ മാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എല്ലാ മീഡിയകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ശക്തമായ ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഫറൂഖ് കോളേജിൽ ഒരു സിനിമാ സംവിധായകൻ കടന്നു വന്നിട്ട് അദ്ദേഹം ഇവിടെ വരണ്ട എന്ന് കോളേജ് യൂണിയൻ ഒരു തീരുമാനം. സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനമായ മാധ്യമമാണ്. അതിന്റെ ഒരു വഴിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എന്നാൽ ഇവിടുത്തെ വലിയൊരു വിഭാഗം സമൂഹത്തെ സ്വാധീനിക്കുന്ന വലിയൊരു മീഡിയ. അതുകൊണ്ടാണ് ആ വിഷയം നമ്മൾ അങ്ങനെ പറയുന്നത്. ലക്ഷോപലക്ഷം ആളുകൾ അത് കാണുന്നു, അതിൽ സ്വാധീനിക്കപ്പെടുന്നു. അദ്ദേഹം കുടുംബ സംവിധാനത്തെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. എന്താണ് പറഞ്ഞെന്നറിയോ? കുടുംബ സംവിധാനത്തെ കുറിച്ച് പറയുന്നത്,
കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ദുഷിച്ച മാർഗമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ദുഷിച്ച മാർഗമാണ്, ഒരു ദുഷിച്ച സംവിധാനമാണ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമയെ കുറിച്ച് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോ പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, എന്റെ സിനിമ കണ്ടിട്ട് ഒരു 10 കുടുംബങ്ങളെങ്കിലും ഡിവോഴ്സ് ആയാൽ, ഒരു 10 കുടുംബങ്ങളെങ്കിലും വിവാഹമോചനത്തിലേക്ക് പോയാൽ എനിക്കത് അത്രയും സന്തോഷമായി, എനിക്കത് അത്രയും സന്തോഷമായി. ഞാൻ സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ, വെബ് സീരീസുകളിലൂടെ, ഇവിടുത്തെ ഇങ്ങനത്തെ കുറെ പല തരത്തിലുള്ള വ്ളോഗർമാരുണ്ട്, 100,000 യൂട്യൂബ് ചാനലുകളുണ്ട്. നമ്മുടെ കുട്ടികളും നമ്മളും കാണുന്ന പല തരത്തിലുള്ള ഒരു പക്ഷേ ഭക്ഷണം ഉണ്ടാക്കുന്ന, ട്രാവലിംഗ് വിശദീകരിക്കുന്ന അത്തരം സംവിധാനങ്ങൾ. ആളുകൾ ഇതൊക്കെ ഭയങ്കര സംഭവം വിചാരിച്ചതിന്റെ പിന്നാലെ പോകും. ഇത് നശിപ്പിക്കുന്ന നമ്മുടെ സംസ്കാരത്തെയാണ്, ഇത് തകർക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണ്, ഇതില്ലായ്മ ചെയ്യുന്നത് കുടുംബം എന്ന സംവിധാനത്തെയാണ്. ആളുകളുടെ മനസ്സിൽ കുടുംബം ഒരു ഭാരമാണെന്നും, മാതാപിതാക്കൾ ഒരു ഭാരമാണെന്നും, കല്യാണം കഴിക്കുന്നത് തന്നെ ഒരു പ്രശ്നമാണെന്നും, അത് സ്വാതന്ത്ര്യത്തിനേൽക്കുന്ന വലിയ വിലങ്ങുതടിയാണെന്നും, അതുകൊണ്ട് അതൊക്കെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറി തഫ്സീർ സഅദിയുടെ സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വരി ചേരുക, വായിക്കുക. യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ഒരു ക്യാപ്ഷൻ നമ്മൾ എടുക്കാനുള്ള ഒരു സാഹചര്യം അതായിരുന്നു. ആളുകളുടെ മനസ്സുകളെ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ സ്വതന്ത്രവാദികളും നാസ്തികരുമായിട്ടുള്ള സമൂഹത്തിന് യാതൊന്നും സംഭാവന ചെയ്തിട്ടില്ലാത്ത ആളുകൾ, ആളുകളുടെ ചിന്താഗതികളെയും കാഴ്ചപ്പാടുകളെയും നിയന്ത്രിക്കുന്ന ചില ആശയങ്ങൾ ഇങ്ങനെ ആളുകളുടെ മനസ്സിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ പൊളിച്ചടക്കിയേ മതിയാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാളെ നമ്മുടെ മക്കൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ വിവാഹം കഴിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്കെന്തു ചെയ്യാൻ കഴിയും? അല്ലെ, കേരളത്തിൽ 2 ലെസ്ബിയൻ വിവാഹങ്ങൾ ചർച്ചകളുണ്ടായി. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണ് പെണ്ണിനെ, പെൺകുട്ടി പെൺകുട്ടിയെ വിവാഹം കഴിക്കുക, സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിച്ചു ജീവിക്കുക. സ്വവർഗരതി എന്ന് പറയുന്ന ഇസ്ലാം അതിശക്തമായി നിരോധിച്ചിട്ടുള്ള ഒരു വലിയ നീചവൃത്തി 2 സന്ദർഭങ്ങളിൽ കേരളത്തിൽ അത് വലിയ ചർച്ചക്ക് വന്നു. നിങ്ങൾ നോക്കൂ, നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാര്യമാണ്. നമ്മൾ പറയുന്നത് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ കുറിച്ചല്ല, സത്യസന്ധമായി യൂറോപ്യൻ നാടുകളിലെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ കുറിച്ചല്ല. സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപ്പദം വരി ചേരുക, വായിക്കുക. സുഹൃത്തുക്കളെ, നമ്മുടെ വീട്ടിൽ അത്തരം ഞാനൊരു സ്വർഗാനുരാഗിയാണ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ, ഞാനൊരു ഗേ ആണെന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ, ഞാനൊരു ലെസ്ബിയനാണ് എന്ന് ഒരാൾ പ്രഖ്യാപിച്ചാൽ, എന്റെ മാതാപിതാക്കൾ എനിക്കൊരു ഭാരമാണെന്ന് ചിന്തിച്ചാൽ, വൃദ്ധസദനങ്ങൾ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത് എന്നൊരാൾ വാദിച്ചാൽ എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മൾ വിചാരിക്കുന്നിടത്തേക്കല്ല കാര്യങ്ങൾ പോകുന്നത്, നമ്മൾ വിചാരിക്കുന്നിടത്തേക്കല്ല സമൂഹം ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വരും തലമുറയെ പ്രത്യേകിച്ചും മനുഷ്യരിലെ സമൂഹത്തെ ആകമാനം പൊതുവായും ഇത്തരം വഴിവിട്ട ചിന്തകൾ, ഇത്തരം വൃത്തികെട്ട ആശയങ്ങൾ ആഴത്തിൽ സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. കുടുംബ സംവിധാനങ്ങളെ തകർത്ത് ഇതുവരെ മനുഷ്യകുലം നിലനിന്നു പോന്നിരുന്ന, ഇതുവരെ മനുഷ്യ സമൂഹം സമാധാനം കണ്ടെത്തിയിരുന്ന ഈ സംവിധാനങ്ങളെയെല്ലാം അടിച്ചു തകർത്ത് ഇവിടെ ഇപ്പോൾ പാശ്ചാത്യ ലോകത്ത് നിലനിൽക്കുന്നത് പോലെ സ്ത്രീ സമൂഹം വ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്ന, ഇപ്പോൾ അമേരിക്കൻ നാടുകളിലും മറ്റും നിലനിൽക്കുന്നത് പോലെ സിഫിലിസ്, ഗൊണേറിയ, എയ്ഡ്സ് പോലെയുള്ള മാരകമായ ലൈംഗിക രോഗങ്ങൾ വ്യാപിച്ചു കഴിഞ്ഞ് അതിന്റെ വലിയ പ്രതിസന്ധികളിലേക്ക് അവിടുത്തെ യുവാക്കൾ തള്ളപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള അതേ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലും വരാനിരിക്കുന്നത്.
കുടുംബ സംവിധാനങ്ങൾ ഇല്ലാതെ പോയാൽ, ലൈംഗിക അരാജകത്വങ്ങളിലേക്ക് മനുഷ്യ സമൂഹം തള്ളപ്പെട്ടാൽ പിന്നീട് വരാനിരിക്കുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും. ആ ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് ഈ സമൂഹത്തെ പ്രതിരോധിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് ഈ സമ്മേളനവും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.